ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഫാസ്റ്റ് ചാർജറാണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പ് അടക്കം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടിപ്പിൾ പോർട്സും കാണാനൊക്കെ വരുന്ന ഒരു ഫാസ്റ്റ് ചാർജറാണ്. അതിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാനും ആദ്യമായിട്ട് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നോയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 100 വാട്ട് ചാർജറാണ്. 3500 രൂപയ്ക്കാണ് പ്രൈസും കാണാനൊക്കെ വരുന്നത്. നമുക്ക് 3 ടൈപ്പ് സി പോർട്ടും അതുപോലെ തന്നെ ഒരു ടൈപ്പ് എ പോർട്ടും വരുന്നൊരു മോഡലാണ്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിനോട് പ്രൊമോഷനോ സംഭവമൊന്നുമല്ല. പറയുമ്പോൾ ഈ സാധനം മെയ്ഡ് ഇൻ ചൈനയാണ് ഉണ്ടാകും. അവരെല്ലാം നോയ്സ് ആയിക്കോട്ടെ ഇതൊക്കെ എല്ലാം ചൈനയിൽ നിന്ന് വാങ്ങിച്ചിട്ട് റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു ഉണ്ടാക്കണമെന്ന് നല്ലത്. പക്ഷെ നമുക്ക് ഈ റേഞ്ചിൽ നമുക്ക് വേറെ മോഡൽസ് ഒന്നും കിട്ടില്ല. ആംബറിനെക്കാട്ടും കുറച്ചുകൂടി ഭേദമാണ് ഇവരുടെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. കാരണം ആംബറിൻ്റെ അത്രയൊന്നും വലിയ ലാസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇപ്പോൾ ഓരോ പവർ ബാങ്ക്സും സംഭവമൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് കുറേ ഇഷ്യൂസും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസിന് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്, സ്പെഷ്യലി അഡാപ്റ്റേഴ്സൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പ്രൊമോട്ട് ചെയ്യാത്തത്. ഞാനും എൻ്റെ കുറേ ആംബറിൻ്റെ പവർ ബാങ്ക് ഒക്കെ ഉണ്ട്. കുറേ അടിച്ചു പോയി, കുറേ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ആങ്കറിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റഫ് കൂളും വലിയ മോശം കുഴപ്പമില്ല എന്ന് പറയാനുള്ളൂ. അത് ഇന്ത്യൻ ബ്രാൻഡാണ്. പക്ഷേ അവർ അത്യാവശ്യമൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, ഇവരെ പോലെയല്ല. ഞാൻ ആക്ച്വലി ആങ്കർ അല്ലെങ്കിൽ ബെൽക്കിൻ അല്ലെങ്കിൽ ഈ 2-3 ബ്രാൻഡുകളാണ് നോക്കിയതാണ്. പക്ഷെ അതെല്ലാം ഭയങ്കര ഓവർ പ്രൈസ് ഉണ്ട്. അപ്പോൾ 10,000 രൂപയൊക്കെയാണ് നമുക്ക് ഈ റേഞ്ചിൽ വരുമ്പോൾ അവരുടെ മോഡലിൽ കിട്ടുന്നത്. ബെൽക്കിൻ എന്ന് പറയുന്നത് അമേരിക്കൻ ബ്രാൻഡാണ്. പക്ഷേ ആങ്കറും ബാക്കിയുള്ളതൊക്കെ യുഗ്രീനും 7,000 രൂപ സംതിങ് ആണ് വരുന്നുണ്ട്. അതൊക്കെ ചൈനീസ് ബ്രാൻഡുകളാണ്. പക്ഷേ ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ്. അത് വേറെ കാര്യമായിട്ടാണ്. ചൈനീസ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മോശം എന്നല്ല പറഞ്ഞത്. ചൈനയിൽ ലോക്കൽ സാധനങ്ങളും ഉണ്ട്, ഇന്റർനാഷണൽ ബ്രാൻഡുകളും ഉണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. എന്താ വെച്ചാൽ ഇവരൊക്കെ ഈ ചൈനീസ് ലോക്കൽ സാധനങ്ങൾ പോയിട്ട് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ട് 1000 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ 5000 രൂപയ്ക്ക് അങ്ങനത്തെ പരിപാടിയാണ് ഈ ബോട്ടും ഈ ഫയർ ബോൾട്ട് അതുപോലത്തെ ഇങ്ങനത്തെ നോയ്സ് അങ്ങനത്തെ കുറേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചവന്മാർക്ക് പണ്ടാറ് ലാഭമൊക്കെ ആറേണ്ട ഒരു സംഭവമൊന്നും ഇല്ല. അപ്പോൾ ഉണ്ടാവില്ല അവരുടെ കമ്പനിയിലൊന്നും. ഇപ്പോൾ ബോട്ടിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയുള്ളൂ. എന്ന് വെച്ചാൽ അവർ എത്രയും വലുതായി അത്രയും ലാഭമല്ലേ. ഫയർ ബോൾട്ട് ആയിക്കോട്ടെ, പണ്ടാറ് ലാഭമാണല്ലോ, ഒരു ചിലവുമില്ലോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ട് ഇപ്പോൾ അവർ കുറച്ച് ഇഷ്ടമൊക്കെ മാനുഫാക്ചറിങ് എന്താ പറയുക ചെറിയ സ്മോൾ മാനുഫാക്ചറായിട്ട് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും സാധനം മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. ഞാൻ ആക്ച്വലി ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ. എന്തായാലും ഇതിൻ്റെ ഈ ബോക്സ് ഒക്കെ ഉണ്ട്, ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് 100 വാട്ടിൻ്റെയാണ്. ഇത് 45 വാട്ടിലുണ്ട്, 30 വാട്ടിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് നോർമൽ ഒരു ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ആണെങ്കിൽ 30 വാട്ടിൻ്റെ മതി. 30 വാട്ടിന് 2000 രൂപ റേഞ്ചൊക്കെയാണ് പ്രൈസ് വരും. ഇത് GaN ചാർജറാണ്, ഗലീലിയം നൈട്രേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചെറുതായിരിക്കും. ഇത് ആക്ച്വലി നമുക്ക് ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഈ ലാപ്ടോപ്പും അതുപോലെ തന്നെ എൻ്റെ കുറേ ഫോൺസുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ടെസ്റ്റിംഗ് ആളുകൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ 4 ഫോൺ ഇരിക്കുന്ന കാണണ്ടായിരിക്കും, അല്ല 3 ഫോൺ ഇരിക്കുന്ന കാണണ്ടായിരിക്കും. അപ്പോൾ ഈ വേറെ സെപ്പറേറ്റ് സംഭവമുണ്ട്. ഇപ്പോൾ നത്തിങ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ച നത്തിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫറുണ്ട്. ഞാൻ പറയാൻ പറഞ്ഞു, നത്തിങ് ഫോൺ 3 35,000 രൂപയ്ക്ക് 35,000 താഴെയും ഇപ്പോൾ കിട്ടുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ. SBIയുടെ കാർഡ് ഉണ്ടാവണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. അത് നല്ല കിടിലൻ ഡീലാണ്. എന്ന് വെച്ചാൽ നത്തിങ് ഫോൺ 3A പ്രോൻ്റെ പ്രൈസിലാണ് സാധനം കിട്ടുന്നത്. ഞാൻ എന്തായാലും ഇത് മിസ് ചെയ്തു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി നത്തിങ് 3A വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വേറെ മറ്റേത് എന്തായാലും 3 വാങ്ങിക്കുന്നില്ല. എന്ന് വെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. പറയുമ്പോൾ ഇതിനായിട്ടും ബെറ്ററാണ്. പ്രത്യേകിച്ച് ആ പ്രൈസ് റേഞ്ചിൽ കിട്ടുമ്പോൾ 45 രൂപയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി അറിയുന്നതായിരിക്കും. പക്ഷേ അത് അവർ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലിപ്കാർട്ടിലാണ്. അപ്പോൾ കിട്ടിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ, കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാനിതുപോലെ 45,000 രൂപയ്ക്ക് നത്തിങ് ഫോൺ 3 ഓർഡർ ചെയ്തതാണ്. പക്ഷേ അപ്പോൾ എന്തായാലും നന്നായി. എന്നാലും ഇപ്പോഴും ഇതിനായിട്ടും പ്രൈസ് പറഞ്ഞാണല്ലോ ഇപ്പോൾ അവർ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നഷ്ടമായി. എന്തായാലും അത് കൊള്ളാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ടെലിഗ്രാം ചാനലും ഉണ്ടാകും, മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ 100 വാട്ടിൻ്റെ. നിങ്ങൾക്ക് ബോക്സുകളൊക്കെ കാണുന്നതായിരിക്കും. നോയ്സിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, പവർ സീരീസ് എന്നവരുടെ പേര് 3 പിന്നെ GaN 100 വാട്ടർ അഡാപ്റ്റർ ഇതിലുണ്ട്. അൾട്രാ ഫാസ്റ്റ് ചാർജിങ്. ഇതിൽ കേബിളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് വേറൊരു കേബിൾ നമ്മുടെ GMൻ്റെ ഒരു എന്താ പറയുക ഡിസ്പ്ലേ ഉള്ള മോഡൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 100 വാട്ടിൻ്റെ PD ചാർജിങ് സപ്പോർട്ട് ഉള്ളത്. എന്നുവെച്ചാൽ നോയ്സിൻ്റെ ഉണ്ട്, പക്ഷേ നോയ്സിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ബോക്സിങ്ങും പാക്കേജിങ്ങും ഒക്കെ കൊള്ളാം കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പാക്കേജിങ് ഒക്കെയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ലെറ്റർ പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട്. ഇതെന്താ സംഭവം? എന്താ പറയുക, ജസ്റ്റ് ബുക്ക്ലെറ്റ്സ് സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. ബുക്ക്ലെറ്റ്സ് സ്റ്റിക്കർ, നോയ്സിൻ്റെ സ്റ്റിക്കറൊക്കെ ആയിട്ട് കൊള്ളാം. പാക്കേജിങ് ഒക്കെ അവർ അത്യാവശ്യം 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്കാൻ ദ QR കോഡ്, രജിസ്റ്റർ വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പാക്കേജിങ് ആ സംഭവങ്ങളൊക്കെ അത്യാവശ്യം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആംബ്രൈൻ്റെ പോലെയല്ല. ആംബ്രൈൻ്റെ പാക്കേജിങ് ഒക്കെ തനി ഒരു നോർമൽ അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നാ പറയുള്ളൂ. ഇതിൽ പിന്നെ നമുക്കൊരു ഗുണമുണ്ടെന്ന് അറിയാം. നമ്മൾ 45 വാട്ടോ അതിൻ്റെ മുകളിലത്തെ ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് മൾട്ടി പിന്ന് കിട്ടുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇന്ത്യൻ പിന്നും അറ്റാച്ച് ചെയ്യാം, ഇപ്പോൾ യൂറോപ്യൻ പിന്നായിക്കോട്ടെ അത് അറ്റാച്ച് ചെയ്യാം. ഇതിൽ ഇൻബിൽഡായിട്ട് നമുക്ക് യൂറോപ്യൻ പിന്നാണ് വരുന്നത്. അത് നല്ല അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. നല്ലത് പറയുമ്പോൾ മെറ്റൽ ഫിനിഷ് പോലെ ഉണ്ട്, പക്ഷെ അത് മെറ്റൽ അല്ല കേട്ടോ.
ബട്ടർ പേപ്പർ വെച്ചിട്ടൊക്കെ ഒരു ഇതാവുണ്ട്. കൊള്ളാട്ടാ, അത് മെറ്റൽ തന്നെയാണ്, മെറ്റൽ അല്ല കേട്ടാ, പക്ഷേ മെറ്റൽ ഫിനിഷാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും 100 വാട്ട് എഴുതിയിട്ടുണ്ട്. ഇതാ കണ്ടു, ഇത് ഞാൻ പറയാൻ കാരണം കണ്ടോ, സാധാരണ പിന്നെ കിട്ടുന്നത്. പക്ഷെ നമുക്ക് ബോക്സിൽ തന്നെ ഒരു ഇന്ത്യൻ പിൻ അറ്റാച്ചറും ഇതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും 3500 രൂപയ്ക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. കണ്ടോ, ഈ സാധനം നമുക്കിതിങ്ങനെ അറ്റാച്ച് ചെയ്യാനുള്ള ഉള്ളൂ. ഇതിങ്ങനെ വെച്ചാൽ മതി, സുമ്മാ ഇത് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇത് ഇതിലൂടെ കയറ്റി അങ്ങോട്ട് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത് ഫുള്ള് കയറും തോന്നുന്നുണ്ട്. അത് ഫുള്ള് കയറില്ല, ഇല്ല, ഇത്ര തന്നെ കയറുള്ളൂ. അപ്പോൾ ഇതാണ് അഡാപ്റ്റർ. നമുക്ക് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഒരു ടൈപ്പ് എ പോർട്ട് താഴെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 3 ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. മുകളിലത്തെ 2 100 വാട്ട് സപ്പോർട്ടിങ് ഉണ്ട്. ഇതിൻ്റെ ഞാൻ വേണമെങ്കിൽ എന്താ പറയുക, പവർ ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇവരുടെ ആക്ച്വലി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് പവർ ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ ഇപ്പം 3 ഉപയോഗിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ 4 ഉപയോഗിക്കുമ്പോഴോ അതിൻ്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ മൾട്ടിപ്പിൻ പോർട്ട് വരുന്ന ഈ ചാർജർ വാങ്ങിക്കേണ്ട ഉദ്ദേശം എന്താ, നമുക്ക് അടുപ്പിച്ച് ഇത് കുത്താനുള്ളൊരു ഇതിലാണല്ലോ. അപ്പോൾ ഞാനത് ജസ്റ്റ് അതിൻ്റെ ഇതൊന്നും പറഞ്ഞുതരാം. അവർ ആക്ച്വലി ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഈ മോഡലിന് വേറെ ആയിരിക്കും. നിങ്ങൾ 45 വാട്ടിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ അതിനും വേറെ ആയിരിക്കും. അത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആക്ച്വലി നോയ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഇത് വാങ്ങിക്കുമ്പോൾ 3200 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്താ ദീപാവലി സെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ക്വിക്ക് ഡെലിവറി ഒന്നും കിട്ടില്ല. ഞാൻ ആക്ച്വലി ആമസോണിനാണ് വാങ്ങിച്ചത്. എനിക്ക് ആക്ച്വലി 3400 സംതിങ് കണ്ട് ആയത് കേട്ടോ. അപ്പോൾ എന്തായാലും ആമസോണായിട്ടും കുറവായില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 2 പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 1 പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 1002 100 വാട്ടും, മൂന്നാമത്തെ ടൈപ്പ് സി പോർട്ട് 20 വാട്ടും, താഴത്തെ 18 വാട്ടുമാണ്. 2 പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലത്തെ 2 ആണെങ്കിൽ 60 30 വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ടൈപ്പ് സിയും ഒരു ടൈപ്പ് എയും ഉപയോഗിക്കുകയാണെങ്കിൽ 45 18 വരും. പിന്നെ ഈ 2 ലാസ്റ്റത്തെ 2 ടൈപ്പ് സി പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 45 20 വരും. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അത് സത്യം, ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ 2 ഫാസ്റ്റ് ചാർജിങ് പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ 1002 ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ഐഫോണും അതൊക്കെ ഉപയോഗിക്കാം. 20 വാട്ട് സപ്പോർട്ടുള്ളൂ ഈ ടൈപ്പ് സിക്ക്. ബാക്കി 2 നിങ്ങൾക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 65 വാട്ട് സപ്പോർട്ടുള്ള അല്ലെങ്കിൽ 45 വാട്ട് സപ്പോർട്ടുള്ള സാംസങ് ആയിക്കോട്ടെ, നത്തിങ് ഫോൺ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഏറ്റവും മുകളിലത്തെ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ. അപ്പോൾ ഇതൊക്കെയാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇപ്പോൾ ഇത് 3 കുത്തുകയാണെങ്കിൽ ഉള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 പോർട്ട് ആണെങ്കിൽ ടൈപ്പ് സി ആണെങ്കിൽ 45 30 അതുപോലെ തന്നെ 20 വരും. ഇപ്പോൾ ടൈപ്പ് സി പോർട്ട് മാത്രമാണ് കേട്ടോ. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് നോർമലി ഇപ്പോൾ 45 ആണെങ്കിൽ ഇപ്പോൾ ഒരു ടൈപ്പ് സി പോർട്ട് ഉപയോഗിക്കുന്നില്ല. 45 30 18.5 താഴെയാണ് കേട്ടോ. മിക്ക ആൾക്കാരും ഇപ്പോൾ ടൈപ്പ് സി ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, GMൻ്റെ ഈ ഒരു കേബിളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേബിളാണ് ഈ കാണുന്നത്. കണ്ട് 1.2 മീറ്ററിൻ്റെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ബ്രൈഡഡ് കേബിളാണ്. ഇതുമ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എത്ര ഡിസ്പ്ലേ ഇത് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ പവറും സംഭവങ്ങളൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ എന്താ പറയുക ഗൂഗിൾ പിക്സലിൽ നോക്കി നോക്കാം. പിക്സലിൽ നമുക്കിപ്പോൾ ഇതിൽ 38 വാട്ട് ചാർജിങ് ബാലൻസ് ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് എഴുതി കാണിച്ചു. ഇതിലിപ്പോൾ എടുക്കുന്നത് 9.8 8.1 വാട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. വാട്ടല്ല കേട്ടോ, അത് ഇതിൽ വാട്ടും വാൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. 18.2 21 വാട്ടാക്കിയിട്ടുണ്ട്. 27.7 ആംബിയർ. ഇതിൽ ആംബിയറും വോൾട്ടും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ GMൻ്റെ സാധനം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്, നല്ല ബെറ്റർ സാധനം. ഇതിൽ ഓൾറെഡി വേറൊരു മോഡൽ കൂടെ ഉണ്ട്, പ്രോട്ടോണിക്സിൻ്റെ ഉണ്ട് ഈ സാധനം. ഇതിലാകെ വാട്ടേജ് മാത്രമേ കാണിക്കുള്ളൂ. നമുക്കതും കുത്തി നോക്കാം. എന്താ വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് കേബിൾ നോക്കണമല്ലോ, രണ്ടും കൂടിയിട്ട് കുത്തി നോക്കണ്ടേ. ഇതിലിപ്പോൾ നമുക്ക് എടുക്കുന്നത് 9 വോൾട്ട് 23.4 വാട്ടേജാണ് മാക്സിമം. നമുക്ക് ആക്ച്വലി ഗൂഗിൾ പിക്സൽ 10 30 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ 30 വാട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ പറയുമ്പോൾ ഒരു പോർട്ടിലാണ് കുത്തിയിട്ടുള്ളൂ. ഏറ്റവും മുകളിലത്തെ പോർട്ടിൽ 24.3 ആയി മാക്സിമം. ഞാൻ എന്തായാലും ഇതിൽ ഞാൻ ഇത് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇന്ന് നത്തിങ്ങിൻ്റെ ഫോണേ ഞാൻ ആക്ച്വലി ലോഗൗട്ടല്ല എന്താ പറയുക ടേൺ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ അടുത്ത് നമുക്ക് നത്തിങ്ങിൽ നോക്കാം. ഇപ്പോഴും മാക്സിമം 24.5 ആ റേഞ്ചൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഊരാം. ഇനി നമുക്ക് അടുത്ത നത്തിങ്ങിൽ നോക്കി നോക്കാം. എൻ്റെ നോക്കിയിട്ട്
ഇതിലിപ്പോൾ 25% ബാറ്ററി ഉള്ളൂ. എത്ര വാട്ടേജ് വരെ മാക്സിമം നമുക്ക് കിട്ടണമെന്ന് നോക്കി നോക്കാം. ഫാസ്റ്റ് ചാർജിങ്ങോ അങ്ങനെ സംഭവങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ. ഇത് എപ്പോഴും എനിക്ക് മാറിപ്പോകും. എസെൻഷ്യൽ കീയും ഈ സാധനം മാറിപ്പോകും. ചാർജിങ് റാപ്പിഡ്ലി വന്നിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഈ പിക്സലിൻ്റെ അതേ പരിപാടി തന്നെയാണ് കേട്ടോ. ഈ എന്താ പറയുക, നത്തിങ്. ഇത് എത്ര വാട്ടേജ് എടുക്കുന്നുണ്ട്? 27.6 വാട്ടേജ് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. 26, 27 ആ റേഞ്ചൊക്കെയാണ് മാക്സിമം വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് പോകുന്നുണ്ട്, 25 ആവുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആക്യുറേറ്റ് ഒന്നും അല്ല എനിക്ക് തോന്നുന്നത്. 26.2. എന്തായാലും ബെൽക്കിൻ്റെയും നാൻഗറിൻ്റെയും ഒന്നും ക്വാളിറ്റി ഇല്ല, അത് ഉറപ്പാണല്ലോ. എന്ന് വെച്ചാൽ അതിൽ ഏതൊരു ലോക്കൽ മെയ്ഡ് ചൈനീസ് സാധനമാണ്. ഇപ്പോൾ മാക്സിമം 26.2 വാട്ട് അത്ര തന്നെ മാക്സിമം കിട്ടുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ആക്ച്വലി 45 വാട്ട് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ്. ഇത് പറയുമ്പോൾ ഇതിപ്പോൾ 28 ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തീരെ പിടിച്ചില്ല. നത്തിങ് അല്ല, നോയ്സ്. ഞാൻ ഓർഡർ റെക്കമെൻഡ് ആണ് കേട്ടോ, അത് വാങ്ങിക്കണ്ട. ഇത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ആ ടെമ്പറേച്ചർ അല്ല, ആ വാട്ടേജ് കിട്ടുന്നില്ല. അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ എന്താ പറയുക, ഇത്രയും വാട്ടേജ് വേരിയേഷൻ വരുന്നത് പെട്ടെന്ന് ഇങ്ങനെ വേരിയേഷൻ വന്ന് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്കൊന്നും നല്ലതല്ല. നോയ്സും എടുക്കണ്ട കേട്ടോ. നോയ്സ് മെമ്പറിനൊന്നും തീരെ റെക്കമെൻഡ് അല്ല. ആരുടെ ഇപ്പോൾ ലോക്കൽ സാധനം ചൈനീസ് തന്നെയാണ്, അത് ഉറപ്പായി. ഇനി എന്തായാലും നമുക്ക് സാംസങ്ങിൽ ഒന്ന് കുത്തി നോക്കാം. ഞാൻ ഈ കേബിളും മാറ്റി വെച്ച് കുത്തി നോക്കി കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ വേറെ കേബിൾസ് ഉണ്ട്. ഇതിപ്പോൾ സാംസങ് ആണ്. ഇതിൽ 45% ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ എത്ര കിട്ടും നോക്കി നോക്കാം നമുക്ക്. 26 എല്ലാം മാക്സിമം നമുക്ക് 26, 27 കിട്ടുന്നുള്ളൂ കേട്ടോ. അത് തനി വേസ്റ്റ് സാധനമായിപ്പോയി. 28, അതിൽ 28 ആയി സാംസങ്ങിൽ. ഇതിലെല്ലാത്തിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എനേബിൾഡ് ആണ് കേട്ടോ. 27 27, 28 ഇങ്ങനെ ചാടിക്കളിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇത് വേരിയേഷൻ വരുന്നുണ്ട് നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് 26 ആവും, ഇടയ്ക്കിടയ്ക്ക് 27 ആവും, ഇടയ്ക്കിടയ്ക്ക് 28 ആവും. ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കറണ്ട് ഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ 27 ആയിപ്പോൾ 28.8 ഇത് ഞാൻ റിട്ടേൺ ചെയ്യും. ഇത് വേസ്റ്റ് സാധനം. ഇത് ഒരു മനുഷ്യനും സാധനം അങ്ങനത്തെ സാധനം ഒന്നും വാങ്ങിക്കരുത് കേട്ടോ. വെറുതെ നിങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റ് ആക്കാൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് സാധനം വാങ്ങിക്കുക. എന്തായാലും ഇതെൻ്റെ സാംസങ്ങിൻ്റെ ടാബാണ്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2 ഒക്കെ കാണിക്കുന്നുണ്ട്. പറയുമ്പോൾ 45 വാട്ട് സപ്പോർട്ടുള്ളതാണ്. പക്ഷേ ഇതിലും 24.1. അതിൻ്റെ മുകളിലേക്കൊന്നും പോകുന്നില്ലേ എന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി സാംസങ്ങിൻ്റെ 45 വാട്ടിൻ്റെ ചാർജർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹണിവെല്ലിൻ്റെ ചാർജർ ഉണ്ട് 45 വാട്ടിൻ്റെ. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നമ്മൾ ബെൽക്കിൻ്റെ തന്നെ വാങ്ങിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇത് 24 തന്നെ കിട്ടുന്നുള്ളൂ. വേസ്റ്റ് പരിപാടി. ഇനിയിപ്പോൾ OnePlus കൂടി നോക്കി നോക്കാം. ഞാൻ അതും കൂടി OnePlus എന്തായാലും അത്രയ്ക്കൊന്നും പോവില്ല. സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. 8.2 വാട്ട്. ഞാൻ എന്തായാലും ഈ കേബിളൊന്ന് മാറ്റി കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ പ്രോട്ടോണിക്സിൻ്റെ കേബിളാണ്. ഇതിൽ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കി നോക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ കുറേ എണ്ണം വന്നിട്ട് വേറെ കേബിൾ ഞാൻ 2 കേബിളും കുത്തിയിട്ടുണ്ട്. നോർമലി ഇവർ പറഞ്ഞാൽ 60, 30 കിട്ടേണ്ടതാണ് 2 എണ്ണം കുത്തി കഴിഞ്ഞാൽ. എന്തായാലും വേണ്ട, നമുക്ക് ഒരെണ്ണമായിട്ട് തന്നെ കുത്തി നോക്കി നോക്കാം. എന്താ വെച്ചാൽ 2 പോർട്ട് ഞാൻ 100 വാട്ട് സപ്പോർട്ടുള്ള കുത്തിക്കുന്നത്. ഇത് മാക്സിമം കണ്ടില്ലേ, നമുക്ക് 1.8 ഒക്കെ ഡ്രോ ചെയ്യുന്നുള്ളൂ. ഇത് വേസ്റ്റാണ്. ഇത് ഞാൻ റിട്ടേൺ ചെയ്യും. ഇത് റിട്ടേൺ ഉണ്ടാക്കാൻ പാടാണ്. പക്ഷെ എന്തായാലും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. മറ്റൊന്നാണെങ്കിൽ പിന്നെ റിട്ടേൺ ഒന്നും കിട്ടില്ല. ആമസോണിൽ അവർ കസ്റ്റമർ കെയറെ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. എന്തായാലും ഈ കേബിൾ കുത്തി നോക്കാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. 115 വാട്ട് PD കാണിക്കുന്നുണ്ട്. ഇതിൽ 19 ആയിട്ടുണ്ട്. 21, 23, 25, 26, 27, 28, 30, 32, 35, 37. അത് 41, 40 ഒക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേബിൾ കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഈ GMൻ്റെ കേബിളിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 40 വാട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഡ്രോ കണ്ടു. ഇത് ആക്യുറേറ്റ് ആവുന്നില്ല. കണ്ടു 40 കാണിച്ചു, പിന്നെ ഡ്രോ 34 ഒരു കറക്റ്റാ ഇതിൽ നിൽക്കുന്നില്ല. ഇത് 35. ഇപ്പം എന്തായാലും സാംസങ് കൂടി ഒന്ന് കുത്തി നോക്കാം. പതിനഞ്ച്, 19, 23, 25, 29, 31. ഇതെന്താ വെച്ചാൽ ഞാൻ അടുത്ത പോർട്ടിലാണ് കുത്തിക്കുന്നത്. പറയുമ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് 2 100 വാട്ടിൻ്റെ സാധനമാണ്. പക്ഷേ രണ്ടാമത്തെ കുത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം വാട്ടേജ് കിട്ടുന്നുണ്ട്. ഇത് കേബിളിൻ്റെ പ്രോബ്ലം ആണെന്ന് എന്തായാലും ഞാൻ ഈ കേബിൾ തന്നെ ഫസ്റ്റിലേക്ക് കുത്തിയിട്ട് ഞാൻ നോക്കി നോക്കാം. ഇതിലും പക്ഷേ 31 കിട്ടുന്നുള്ളൂ. കണ്ടു ഒരു പറയുന്ന ഇതിലൊന്നും കിട്ടുന്നില്ല.
ഇത് തനി ഉടായ്പ ലോക്കൽസാണ്. ഞാൻ എന്തായാലും ഇതിൽ കുത്തി കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് തന്നെ കുത്താം. ഇനിയിപ്പോൾ കേബിളിൻ്റെ പ്രശ്നമാണോന്ന് അറിയാലോ. 15, 19, 23, 25, 31, മാക്സിമം 30 തന്നെ കിട്ടുന്നുള്ളൂ. വേസ്റ്റാണ് കേട്ടോ, ഒരു കാര്യമില്ല. ഞാൻ എന്തായാലും ഇപ്പം നമ്മൾ GM-ൻ്റെ കേബിൾ വാങ്ങിച്ചല്ലോ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് നേരത്തെ പറഞ്ഞ GM-ൻ്റെ കേബിൾ. അപ്പോൾ ഈ കേബിൾ ഞാൻ ആക്ച്വലി നമ്മുടെ സാംസങ്ങിൻ്റെ 45 വാട്ടിൻ്റെ ചാർജർ ഉണ്ട്. ഇതാണ് സാംസങ്ങിൻ്റെ 45 വാട്ട്. ഇതിൽ കുത്തിയിട്ട് നമുക്ക് എന്തായാലും ഒന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അറിയാലോ. ഇതും കുത്തി, ഞാൻ എൻ്റെത് ഇതിലേക്കും കുത്തി. ഓണായിട്ടില്ല. എന്താ അപ്പോൾ നിങ്ങൾക്ക് പവർ ഡ്രോ എന്ത് അറിയാൻ പറ്റുന്നതായിരിക്കും. നോക്കി നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ തന്നെ ഡയറക്റ്റ് തന്നെ 29 പോയിൻ്റോ. ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ഇത് 28.4 വാട്ട്, 27.5 വാട്ട്, 3.2 ആംപിയർ ആയി പോലെ ഡ്രോ ചെയ്യേണ്ടത്. 9 വോൾട്ട്. ഇതിൽ 28.8 വാട്ടിനെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കേബിളും കംപ്ലൈൻറ്റാണ്. ഇതൊക്കെ ചൈനീസ് സാധനങ്ങളാണ്. അതിന് പ്രോബ്ലം ലോക്കൽ ചൈനീസ് സാധനങ്ങളൊക്കെ നോക്കി നോക്കാം നമുക്കിത് ലോക്കലാണോന്ന്. ഇതാണ് അതിൻ്റെ ബോക്സ് കേബിളിൻ്റെ GM-ൻ്റെ. ഇതും റെക്കമെൻഡ് അല്ല കേട്ടോ. 400 സംതിങ് രൂപയാണ് ഇതിന്. അതാ കൺട്രി ഓഫ് ഒറിജിൻ ചൈന. ഇതുമാരൊക്കെ ഈ ലോക്കൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബാൻഡ് ചെയ്ത് വിൽക്കുകയാണ്. ഇതാണ് കുഴപ്പം. നമ്മുടെ ഫോണുകൾക്ക് ഇതൊക്കെ കേടാണ്. കുറേ പേര് ഇതുമ്മൊക്കെ കാശ് കുറവ് ലാഭിക്കാൻ നോക്കും. എന്നിട്ട് ഫോണിൻ്റെ ബാറ്ററി ഒരു കൊല്ലാകുമ്പോഴേക്ക് അടിച്ചു പോകും. എന്നിട്ട് നമ്മൾ ഡബിൾ പ്രൈസ് ചിലവാകും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ബെൽക്കിൻ്റെ ബ്രാൻഡ് അങ്ങനത്തെ സാധനം ഹൈ ക്വാളിറ്റി സാധനം വാങ്ങിക്കുക കേട്ടോ. ചാർജറൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഒഫീഷ്യൽ ഒറിജിനൽ ചാർജർ മാത്രം ഉപയോഗിക്കുക കേട്ടോ. അതാണ് നമുക്ക് ലാസ്റ്റ് പറയാനുള്ള വെർഡിക്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്തില്ലാണോ.